നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകട്ടെ എന്ന് കരുതി നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. പക്ഷേ ചില സാധാരണ തെറ്റുകൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവിക കിരണം നമ്മിൽ നിന്ന് അകന്നു പോകുന്നത്. ഭാവിയിൽ വരാനിരുന്ന ഭാഗ്യവും ധനവും ആശീർവാദങ്ങളും എല്ലാം നഷ്ടമാകുന്നത് നമ്മൾ ഈ 3 തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഒന്നാമത്തെ തെറ്റ്: അലസമായ പൂജാമുറി. വീട്ടിലെ പൂജാമുറി വൃത്തിയാക്കാതെ പഴയ പുഷ്പങ്ങൾ, കരിഞ്ഞിക്കിടക്കുന്ന നെയ്യ്, അകത്ത് ദുഷിച്ച ഗന്ധം, ഇത് എല്ലാം ദൈവത്തെ ദൂരെയാക്കുന്നു. ദൈവം വാസം ചെയ്യുന്ന സ്ഥലമായതിനാൽ പൂജാമുറി ശുദ്ധവും ശാന്തവുമാകണം. പൂജാമുറി ശുദ്ധമല്ലെങ്കിൽ വീട്ടിൽ ഉള്ള ദൈവാനുഗ്രഹവും ആശീർവാദവും നമ്മെ ഉപേക്ഷിച്ച് കടന്നുപോകും. 2. വീട്ടിൽ തെറ്റായി ഉപ്പ് സൂക്ഷിക്കുന്നത് ഭാഗ്യത്തിന്റെ വാതിൽ പൂട്ടുന്നത് പോലെയാണ്. പ്രത്യേകിച്ച് കുളിമുറിയിൽ ഉപ്പ് വെച്ചാൽ അത് വീട്ടിൽ നിന്നുള്ള ദൈവിക ഊർജത്തെ ആകർഷിച്ച് നീക്കം ചെയ്യുന്നു. ഉപ്പ് നെഗറ്റിവിറ്റിയെ ആകർഷിക്കാൻ ശക്തിയുള്ളത് ആണെന്ന് പ്രാചീന ഗ്രന്ഥങ്ങൾ പറയുന്നു. 3. പൂജാമുറിയിൽ യാതൊരു അർത്ഥവുമില്ലാത്ത സുഗന്ധങ്ങൾ, കൃത്രിമ ധൂപങ്ങൾ, സ്പ്രേകൾ. ഈ വാസ്തുതെറ്റുകൾ ഭഗവാൻ സഹിക്കില്ല. പലരും ഓർക്കാതെ ടിഷ്യൂ പേപ്പറിൽ പെർഫ്യൂം തേച്ച് വെക്കാറുണ്ട്. ഇത് പൂർണ്ണ ദൈവദോഷം ആകുന്നു. പകരം നെയ്യ്, കർപ്പൂരം, തുളസി പോലുള്ള ഭഗവാന് ഇഷ്ടമുള്ള ധൂപങ്ങൾ ഉപയോഗിക്കണം. ഈ 3 തെറ്റുകൾ നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. ഭഗവാന്റെ സാന്നിധ്യം വീണ്ടും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ തന്നെ വീട്ടിൽ സമാധാനം, ആനന്ദം, ധനം, സന്താനഭാഗ്യം ഒക്കെ എത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റിൽ ഭഗവാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ വരട്ടെ എന്ന് എഴുതൂ. ഈ ദൈവിക യാത്ര നമുക്ക് ഒരുമിച്ച് പോകാം.